ഇതെന്താ ഇത് പിസ്തേര തോടാണ്. അപ്പോൾ പിസ്തേര തോടും കുറച്ച് മിനിയേച്ചർ ടോയ്സും കൂടെ വെച്ചിട്ട് നമുക്കൊരു കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കിയാലോ? ഓക്കെ, വന്നോ. തോടുണ്ടല്ലോ, ഈ തോട് കുറേ ഉണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് എന്തോ ചെറിയൊരു പിസ്ത ഉണ്ട്. ഓക്കെ, ഒരെണ്ണത്തിനകത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം എടുത്തായിരുന്നേ. അപ്പം ഇനി ഇതിനകത്ത് തോടുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. കണ്ടോ, ഇത്രയും തോടുണ്ട്. നമ്മളൊന്ന് കണ്ടമാനം തോടുണ്ട്, ഇത്രയും സാധനം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസമായി ശേഖരിച്ച് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഫോട്ടോസ് എടുത്ത് നോക്കാം. ഇതിൽ ഒരെണ്ണം മാത്രം പിസ്ത ഉണ്ട്, ബാക്കി ഒരെണ്ണം അത് നമുക്ക് വേണമെന്നില്ല. അല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴത്തെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് എന്തെങ്കിലും ഇതിൻ്റെ മിനിയേച്ചർ ടോയ്സ് ഇങ്ങനെ ഈ ഇവന്മാരെ കണ്ടോ, കുഞ്ഞു ടോയ്സ് അല്ലേ, നമ്മുടെ കയ്യിലകത്തിരിക്കാൻ പറ്റുന്ന കുഞ്ഞു ടോയ്സാണ് കേട്ടോ. അവരെ ഇതിനകത്ത് എവിടെയെങ്കിലും നിർത്തിയിട്ട്. ഓക്കെ, അയാളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ടോയ്സ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ നിൽപ്പുണ്ടേ. ഓക്കെ, കുഞ്ഞു ടോയ്സാണ്, കുഞ്ഞു ടോയ്സ്. ഇനി ഒരാൾ അവിടെ നിർത്തി, ഒരാൾ ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരാളൊക്കെ നിർത്തി. കാരണം നമുക്കിങ്ങനെ ഇത് പൊട്ടിച്ചെടുക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു രസം, അത് നമുക്ക് മിനിയേച്ചറിൽ എന്തെങ്കിലും ഒരു സ്റ്റൈലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരാളിനെ അങ്ങ് അവിടെ നിർത്തി കാണാൻ പറ്റത്തില്ല, ഒരാളത് ഇവിടെ നിർത്തി. ഓക്കെ, അങ്ങനെ 3 പണിക്കാരെ നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാണാൻ വരുന്നുണ്ട് കേട്ടോ, 3 പണിക്കാരെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് കുറച്ചിങ്ങനെ ഉണ്ടാവും. നല്ല രസമുള്ള ഒരിതാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലിനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം. വീണ്ടും ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ അയാളെ കൂടെ ഇവിടെ നിർത്താം. 4 പേരുണ്ട്, 4 പേരുണ്ട് മൊത്തം. ടോട്ടൽ 4 പേരെ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസിൽ. ഓക്കെ, 4 ആൾക്കാരുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, എല്ലാവരും കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം എങ്ങനെയാണ്, ഫോട്ടോയിൽ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, പിന്നെ ക്യാമറ ഓൺ ആക്കാം. ഓക്കെ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും, അതായത് ഇതിന് മുന്നേ ഫോട്ടോ എടുത്തപ്പോൾ ഇങ്ങനെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ പക്ഷേ എനിക്ക് അപ്രോച്ചർ വേണം. കാരണം എനിക്ക് ഒരു ഡീറ്റെയിലിംഗ് വേണം. ഡീറ്റെയിലിംഗ് കുറവാണ്, നല്ല കുറവാണ്. അപ്പോൾ എനിക്ക് ഡീറ്റെയിലിംഗ് വേണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഷട്ടർ ഞാൻ 100 തന്നെയാണ്, പക്ഷേ അപ്രോച്ചർ ഞാൻ F നമ്പർ അപ്രോച്ചർ ഞാൻ ഇങ്ങനെ ലെവലിൽ വെച്ചിട്ടുണ്ട്. ഇനി ISO കുറച്ച് കൂടി കൊടുക്കാം, കുറച്ചല്ല 800 ആയാലും കുറച്ചുകൂടി ലൈറ്റ് വേണം. ഓക്കെ, അപ്പോൾ എങ്കിലും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരെയും കാണുന്ന പോലെ ഫോട്ടോ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും കാണത്തില്ല, ബ്ലർനെസ് കൂടുതലായിരിക്കും. കണ്ടോ, ഇപ്പോൾ ഏകദേശം എല്ലാവരും കിട്ടുന്നുണ്ട്. 1 2 3 4 പേരും ഇതിനകത്തുണ്ട്, 4 ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്നാലും കുറച്ചുകൂടെ എനിക്ക് വീണ്ടും F നമ്പർ ഞാൻ കൂട്ടുകയാണ്. F നമ്പർ 22 ലാസ്റ്റ് F നമ്പറിൽ വെച്ചിട്ടുണ്ട്. ISO ഞാൻ വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ISO എനിക്ക് 4, കാരണം ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ആയാലും കുഴപ്പമില്ല, പക്ഷേ എല്ലാവരും കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഓക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കൃത്യമായിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും നല്ല രസമായിട്ടല്ലേ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോട്ടോസ് കണ്ടു നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു ഫോട്ടോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.